സി കെ ഷാക്കിർ, ഇവിടെ ഈ തൊടുപുഴയിൽ ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായർക്കെതിരെയും മുഴക്കിയ അണികളെ അവർക്കെതിരെ ലീഗ് നടപടിയെടുത്തിട്ടുണ്ട് അല്ലേ? അതെ അതെ, അത് ഞാൻ മഞ്ജുഷൻ്റെ മൊബൈലിൽ വായിച്ചിട്ടുണ്ടല്ലോ. അത് 25 ലക്ഷത്തോളം വരുന്ന ആളുകളിൽ ഏതെങ്കിലും ഒറ്റപ്പെട്ട ആളുകൾ ഈ വളരെ പ്രധാനപ്പെട്ട എല്ലാവരും സന്തോഷിക്കുന്നൊരു സമയത്ത് ഇങ്ങനെ ഈ നമ്മളെ ഈ ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ള ആളുകൾക്ക് പിന്നെ എന്താ പറയുക വിഷയമിട്ട് കൊടുക്കുന്നത് അത് ശരിയല്ല. അത് അദ്ദേഹം തന്നെ ഇപ്പോൾ പറഞ്ഞതുപോലെ അത് പിന്നെ മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി അവർക്കെതിരെ എനിക്ക് ഞാൻ അതിനെ വിമർശനാത്മകമായി പറഞ്ഞല്ലോ. ഞാനല്ലല്ലോ പോസ്റ്റ് ചെയ്ത കെ സുരേന്ദ്രനൊക്കെയാണ്. അല്ല, നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിനെ കൂടെ പറയുന്ന ആളാ. നിങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിനെ പറയാതെ നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയില്ല തോന്നുന്നുണ്ട്. അല്ല, നിങ്ങളൊരു നല്ല എല്ലാവരും ആഗ്രഹിച്ച ഒരു മുഖ്യമന്ത്രി വന്ന ലീഗിന്റെ തടവറയിലല്ല എന്ന് ഒരു സെക്കൻഡ് ഷാക്കർ ഒന്ന് ക്ലിയർ ആയിട്ട് പോകൂ. അതില്ലെങ്കിൽ താങ്കൾ ഇനി പറയുന്നത് മുഴുവൻ എന്നെ വെറുതെ ചീത്ത വിളിക്കുന്നതായിരിക്കും. ഞാൻ പറഞ്ഞത് വി.ഡി. സതീശന്റെ ട്രാക്ക് റെക്കോർഡ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് സന്ധി ചെയ്യില്ല എന്നുള്ളതാണ്. അത് അദ്ദേഹം തുടരും എന്നുള്ള പ്രതീക്ഷ പറയുന്ന സമയത്ത് നിങ്ങൾ വെറുതെ ജമാഅത്തെ ഇസ്ലാമിയുടെ പേരിൽ എന്റെ നെഞ്ചത്തേക്ക് കയറുന്നതിനാ? അതെന്തിനാ? അല്ല, നിങ്ങൾ ആവശ്യമില്ലാണ്ട് അനവസരത്തിൽ അത്തരം പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി പറയുന്നതിന് മുസ്ലിം ലീഗിന് എന്തിനാണ് കരച്ചില്? ജമാഅത്തെ ഇസ്ലാമി അൽ ഹിന്ദിനെ പറ്റി പറയുമ്പോൾ പാണക്കാട് എന്നുള്ളത് നിങ്ങൾക്ക് എന്തിനാണ്? ജമാഅത്ത് ഇസ്ലാമിനെ യുഡിഎഫിനെ കൊണ്ട് പറയേണ്ട കാര്യം എന്താണ്? പാർട്ടി കക്ഷിയെ പറഞ്ഞ് ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞാൻ പറഞ്ഞിരിക്കുന്നതിൽ വസ്തുതാവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? അല്ല, നിങ്ങൾ വസ്തുതാവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും ഞാൻ പറഞ്ഞു? ലെവലിൽ ചാർത്തണ്ട. ഞാൻ പറഞ്ഞില്ലല്ലോ മുസ്ലിം ലീഗിന്, ഞാൻ പറഞ്ഞില്ലല്ലോ ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഷാക്കിറിന്റെ ഉള്ളിലുള്ള എന്തോ തോന്നലാണത് കേട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഷാക്കിർ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. താങ്കൾ വെറുതെ തലയിൽ കൂടെ തപ്പണ്ട. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറയട്ടെ, നിങ്ങളെ സമയത്ത് നിങ്ങൾ തിരുത്തിക്കോ. നിങ്ങളെ സമയത്ത് നിങ്ങൾ തിരുത്തിക്കോ. മുസ്ലിം ലീഗിന്റെ കൂടെ കോൺഗ്രസിന്റെ കൂടെ ജമാഅത്ത് ഇസ്ലാമിനെ കൂട്ടിക്കെട്ടുന്ന വിനോദത്തിന് അല്ലല്ല, അയാൾക്ക് മലയാളികൾ വിനോദം കാണിച്ചില്ലല്ലോ, അറിയാലോ. അത് അത്തരം അല്ല. കഴിഞ്ഞ ദിവസം ചർച്ചയിലും ഞാൻ എവിടെ കണ്ട് ഞാൻ തീരുമാനിച്ചോളാം. നിങ്ങളെ സമയത്ത് ഞാൻ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്തിനാ എന്നെ പറയുന്നത്? നിങ്ങൾ ഈ പറയുന്ന പള്ളെല്ലാം കേട്ടോണ്ടിരിക്കേണ്ട കാര്യം എനിക്കുണ്ടോ? ഞാൻ പറഞ്ഞ കാര്യത്തിന് എന്നോട് കുറ്റം പറയും. ഞാൻ ഷാക്കിറിനോട് ചോദിച്ച കാര്യവും ഇത് തന്നെയായിരുന്നു. ഇങ്ങനെ വെള്ളാപ്പള്ളിക്കും സുകുമാരൻ നായർക്കുമെതിരെ തൊടുപുഴയിൽ പ്രകടനം നടത്തിയ ലീഗുകാർക്കെതിരെ ലീഗ് നേതൃത്വം തന്നെ നടപടി എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലായി അങ്ങനെ ഒരു പ്രകടനം നടത്തി ഈ സമയത്ത് ഈ ശോഭ കെടുത്തേണ്ട ആവശ്യമില്ല. മറുപടിയില്ല മഞ്ജുഷ, അതിനാണ് വെറുതെ എന്റെ അടുത്തേക്ക് കയറുന്നത്. ഞാനത് വല്ലതും പറഞ്ഞു? ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗ് ഒരേപോലെയാണെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു എന്നൊക്കെയാണ് ഷാക്കിർ പറയുന്നത്. മഞ്ജുഷ അങ്ങനെ കേട്ടോ? ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. മഞ്ജുഷ കേട്ടോ? ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിച്ചതാണ്. അതായത് ഇവര് UDF ചർച്ചക്കെടുത്താല് മുസ്ലിം ലീഗിന് ചർച്ചക്കെടുത്താല് അപ്പൊ കൊണ്ടുവെക്കുന്ന പേരാണത്. അത് വേണ്ടെന്ന് ഞാൻ പറയുന്നുള്ളൂ. അത് നിങ്ങൾക്ക് ഇഷ്ടമാണ്. നിങ്ങളുടെ സമയത്ത് നിങ്ങൾ എന്തും പറഞ്ഞോളി. അപ്പൊ എന്റെ സമയത്ത് എനിക്കത് പിന്നെ എന്റെ രീതിയിൽ വ്യാഖ്യാനിക്കാൻ നിങ്ങൾ അവസരം സ്വാതന്ത്ര്യം തന്നാൽ മതി. അതിലിടപെടലേ. നിങ്ങൾ എന്താ പറയുന്നത് എന്നും ഞാൻ എന്താ പറയുന്നത് എന്നും ഇത് കേൾക്കുന്ന ആളുകൾക്ക് അറിയാലോ. മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ വിനീതമായി പറയാനുള്ളത്, ഇനിയെങ്കിലും ആ നമ്പർ നിങ്ങൾ മാറ്റിപ്പിടിക്കണം. അറിയാലോ, ഈ സീറ്റ് എന്ന് പറയുന്നത് ലീഗിന്റെ സമ്മർദ്ദമുണ്ട് വി.ഡി. സതീശനെ തെരഞ്ഞെടുക്കാൻ എന്ന രീതിയിൽ ഒരു വിമർശനം ഉയരുന്നുണ്ട്. അത് മാത്രമാണ്, അല്ലാതെ ജമാഅത്തെ ഇസ്ലാമിയുടെ പേരിൽ നിങ്ങൾ ലീഗിന്റെ വക്താവാണ് ഷാക്കിറെ, ജമാഅത്തെ ഇസ്ലാമിയുടെ അല്ല. മറന്നു പോകുന്നു. അപ്പോൾ അതിനെ നിങ്ങൾ അതിനെ എതിർക്കണമല്ലോ. അങ്ങനെ ഒന്നും ഇല്ല എന്ന് ഷാക്കിർ മറന്നു പോകരുത്. താങ്കൾ ലീഗിന്റെ പ്രതിനിധിയാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ അല്ല. പ്ലീസ് ഷാക്കിർ, ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുകയാണ്, താങ്കൾ ലീഗിന്റെ വക്താവാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ വക്താവല്ല. മറന്നു പോകരുത്. ഓർമ്മിപ്പിക്കുക. ആ ബഹുമാന്യനായ ശ്രീജിത്ത് പണിക്കരോട് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് മിണ്ടാതിരിക്കാൻ പറയും. ഞാൻ പറയട്ടെ മനുഷ്യ, അതായത്
മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദമാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടീമിന്റെ സമ്മർദ്ദമാണോ എന്ന് കൃത്യമായി ഇന്ന് ഹൈക്കമാൻഡും അതുപോലെ തന്നെ KC വേണുഗോപാലും അത് കഴിഞ്ഞ് BM സുധീരനും K സുധാകരനും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടില്ലേ, ഇത് മനോഹരമായ ജനാധിപത്യമാണ്. ജനാധിപത്യ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ ഫാഷിസമോ പിണറായി വിജയന്റെ ഏകാധിപത്യമോ അല്ല കോൺഗ്രസ്. ആ കോൺഗ്രസിനകത്തെ ഉൾപാർട്ടി ജനാധിപത്യം. ഇത് ഐക്യജനാധിപത്യ മുന്നണി ടീം UDFന് കിട്ടിയ 102 സീറ്റാണ്. ടീം UDFിലെ പ്രമുഖ കക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിനോട് അഭിപ്രായം ചോദിക്കുക സ്വാഭാവികമാണ്. മുസ്ലിം ലീഗ് പറഞ്ഞ അഭിപ്രായം തെറ്റാണ് എന്ന് ഈ ഏതെങ്കിലും കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞോ? നല്ല അഭിപ്രായമാണ്. VD സതീശൻ മുസ്ലിം ലീഗ് നേതാവല്ല. കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിലെ പ്രതിപക്ഷ നേതാവായി എല്ലാ വിഭാഗം ജനങ്ങളുടെയും കയ്യടി വാങ്ങിയിട്ടുള്ളയാളാണ്. പിണറായി വിജയന്റെ ദുർഭരണത്തിന്റെ ഗതികേട്, അതിന്റെ പ്രയാസങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുത്തയാളാണ്. മാത്രവുമല്ല, ഇനി നമ്മളെ കേരളത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കണം എന്നുള്ള കാര്യത്തിൽ കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ഇന്നത്തെ ഹൈക്കമാൻഡ് തീരുമാനത്തിൽ ഇവിടെ എല്ലാവരും സന്തോഷിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ ന്യൂസ് 8 ചർച്ചയ്ക്ക് ഇരുന്ന ശേഷം BM സുധീരന്റെ വാർത്താ സമ്മേളനം കണ്ടു. അദ്ദേഹം പറഞ്ഞത് എന്താണ്? VD സതീശന്റെ ക്വാളിറ്റി ആയിട്ട് പറഞ്ഞിട്ടൊരു സംഗതി, ഈ സമുദായ നേതാക്കന്മാരെന്ന് പറഞ്ഞുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി ഭരണത്തിൽ വരുന്ന സമയത്ത് പ്രീണനങ്ങളും അതുപോലെ തന്നെ ഭീഷണികളുമായി വരുന്ന ആളുകളുണ്ട്. അവരോടൊക്കെ പോയി പണി നോക്കാൻ പറഞ്ഞിട്ടാണ് ഇന്ന് ഐക്യജനാധിപത്യ മുന്നണിയുടെ ടീം ലീഡറായി ക്യാപ്റ്റനായി VD സതീശനെ AICC പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പൊ പിന്നെ വെള്ളാപ്പള്ളി എന്ന വർഗീയ വിഷത്തെയും അല്ലെങ്കിൽ ശശികലയെ പോലെയുള്ള വർഗീയ മാലിന്യങ്ങളെയും അവർ UDF എടുക്കുന്ന തീരുമാനങ്ങളെ അത് മുസ്ലിം ലീഗ് വരിക്കും, അല്ലെ മുസ്ലിം ലീഗ് അങ്ങനെ എന്നൊക്കെ വരുത്തി തീർക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് വരിക്കും, അതിന് സംശയമൊന്നുമില്ല. മുസ്ലിം ലീഗും കോൺഗ്രസും ചേർന്ന മുന്നണിയാണ് ഐക്യജനാധിപത്യ മുന്നണി. ആ മുന്നണിക്കാണ് കേരളത്തിലെ ജനങ്ങൾ മാൻഡേറ്റ് നൽകിയിട്ടുള്ളത്. അതിന് നിങ്ങൾ ഇനി ഇവിടെ നിന്നിട്ട് 5 വർഷം എന്തൊക്കെ വിളിച്ചു പറഞ്ഞാലും കേരളീയർ ആഗ്രഹിക്കുന്ന രീതിയിൽ മനോഹരമായ ഭരണം ഇനി കേരളക്കരയിലുണ്ടാകും. അത് VD സതീശന്റെ നേതൃത്വത്തിൽ, ബഹുമാന്യനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ നേതൃത്വത്തിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്ക് വേണ്ടി നല്ല ഭരണം വരാനുള്ള ഒരു സമയമാണ്. ലീഗിന്റെ പിന്തുണ എന്തായാലും ഉണ്ടാകും. പിന്തുണ വേണ്ടത് KC വേണുഗോപാലിൽ നിന്നും അതുപോലെ തന്നെ ചെന്നിത്തലയിൽ നിന്നുമൊക്കെയാണ്. അങ്ങനെ ഈ ഭരിക്കാൻ അനുവദിക്കാതെ VD സതീശനെ വട്ടം പിടിക്കുവാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിനെതിരെയും നിങ്ങൾ പ്രതികരിക്കണം. അതിനെതിരെയും ലീഗ് പ്രതികരിക്കണം. KC വേണുഗോപാൽ പറഞ്ഞല്ലോ, പറയുമ്പോൾ എല്ലാവരും പറയും, പക്ഷേ കോൺഗ്രസ് താങ്കൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ശ്രീ MS വേണുഗോപാൽ, എന്താണ് VD സതീശനിലേക്ക് എത്താൻ കാരണമായിട്ട് താങ്കൾ കാണുന്നത്? ശരി, വേണുഗോപാൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.